ഈ ദിവസം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ കറുത്ത ദിനം ഡിസംബർ 6. ആയിരത്തി 1992 ഒരു കൂട്ടം നരാധമന്മാർ ബാബരി മസ്ജിദ് തകർത്തത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര വലിയ നുണകൾ കൊണ്ട് അത് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യമെന്ന വാക്കുകൊണ്ട് ഞങ്ങൾ അതൊക്കെ തകർത്തെറിഞ്ഞ് എന്നും വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ കറുത്ത ദിനം അത് ബാബരി മസ്ജിദ് തകർത്ത ഡിസംബർ 6 തന്നെയാണ് എന്നുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ സൈഡിൽ നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അതിന്റെ ശബ്ദം എനിക്കിവിടെ ഇടാൻ പേടിയാണ് എന്നുള്ളതാണ്. അത്രമാത്രം മനസ്സിനകത്തേക്ക് വിഷമം നമുക്ക് കയറി വരുമെന്നുള്ളതാണ്. 1992 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര ബാബരി മസ്ജിദിലേക്ക് എത്തുന്നു. 1.5 ലക്ഷത്തോളം ആളുകൾ ഒരു വലിയ മൈതാനിയിൽ ഒരു സ്റ്റേജിന് ചുറ്റും നിൽക്കുകയാണ്. LK അദ്വാനിയാണ് അവിടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗ വാക്കുകൾ കേട്ട് ഒരു കൂട്ടം നരാധമന്മാര് പള്ളിയിലേക്ക് ഇരച്ചിരമ്പി കയറി. ഏകദേശം 2500-നും 3000-നും ഇടയിലുള്ള ആളുകൾ മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അതിൽ പല ആളുകൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. കൃത്യമായ ഒരു കണക്ക് ഒരു പത്രത്തിലുമില്ല, ഒരു മനുഷ്യനും അറിയില്ല എന്നുള്ളതാണ്. LK അദ്വാനി തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത്. അയാൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുന്നിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ അന്ന് കോടതി ശിക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. 2020 അയാളെ കുറ്റവിമുക്തമാക്കി കോടതി വെറുതെ വിട്ടു. ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ഒരു വലിയ കലാപം നടക്കുകയും 3000-ഓളം ആളുകളെ കൊല ചെയ്യാൻ ഒരു നേതൃത്വം വഹിച്ച ഒരു നേതാവിനെ വെറുതെ വിട്ടു. അതാണ് നമ്മുടെ കോടതികളുടെയൊക്കെ അവസ്ഥ. അന്ന് UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ് ആയിരുന്നു. കല്യാൺ സിംഗിനെ അന്ന് കോടതി വിളിച്ചു വരുത്തിക്കൊണ്ട് ശകാരിച്ചുകൊണ്ട് 20,000 രൂപ കെട്ടിവെച്ച് പൊക്കോളം പറഞ്ഞു. എന്ത് മനോഹരമായ ആചാരമല്ലേ! ഇവിടെ ഓരോ നുണകളും പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യന്മാരെ UAPA ചുമത്തിക്കൊണ്ട് ഒരു കൂട്ടം മുസ്ലിം യുവാക്കളെ ഇന്നും ജയിലിനകത്ത് ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഏതാണ് ആ പോലീസ് ഓഫീസർ എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് റിട്ടയർഡാണ്. ആള് ഒരുപാട് ആളുകളെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ജയിലിലിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 92 തന്നെ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒന്നും അറിയാത്ത പാവം വയോധികരായ ആളുകളുടെയും കരച്ചിൽ കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവര് ജീവിച്ചു വളർന്ന നാട്, ആ നാട് ഇന്ന് അവരുടെ കയ്യിലല്ല. അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കുടിലുകൾ തകർത്ത് തരിപ്പണമാക്കി അവരെ എല്ലാവരെയും അന്ന് തന്നെ നാട് കടത്തിയതാണ്. പക്ഷെ ഇന്ന് അവർക്കൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും വാനിഷാക്കി എന്നുള്ളതാണ്. 92 തന്നെ ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായിരുന്നു. ആനന്ദ് പദ്വാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഡോക്യുമെന്ററി, രാം കാ നാം മേ എന്നുള്ളതാണ് ആ ഡോക്യുമെന്ററിയുടെ പേര്. ഒരുപാട് അവാർഡുകൾ നേടിയതാണ്. അതായത് റിയൽ ഇൻവെസ്റ്റിഗേഷൻ ഡോക്യുമെന്ററി ആയിരുന്നു. ബാബരി മസ്ജിദ് തകർത്തത് എങ്ങനെ, അത് എന്തിന്, ആരെല്ലാമായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം. ആ ഡോക്യുമെന്ററി ചെയ്തതിന് ശേഷം അതിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഓരോ വ്യക്തികളെയും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. എത്രയോ നാളുകളായിട്ട് മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന, നമസ്കരിച്ചിരുന്ന അല്ലെങ്കിൽ നിസ്കരിച്ചിരുന്ന ആ ഒരു പള്ളിക്കകത്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരു വിഗ്രഹം അങ്ങ് പൊട്ടിമുളച്ചു. ആ വിഗ്രഹം വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതല്ല. ആ വിഗ്രഹം കൊണ്ടുവച്ച ആളുകളുടെ ഫോട്ടോകളാണ് നിങ്ങളിപ്പോൾ ഒന്ന് കാണുന്നത്. അവരത് സമ്മതിക്കുകയും കോടതി അവരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് കോടതി ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. ഞങ്ങളെ സംരക്ഷിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വയംഭൂവായതാണെങ്കിൽ പോലും പൂജാരി ഇല്ലാതെ ഒന്നും നടക്കില്ല. ആ രാംലല്ല വിഗ്രഹത്തിന് പൂജാരിയായിട്ടുണ്ടായിരുന്നത് ആൽദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി പല നഗ്ന സത്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ പൊട്ടിമുളച്ചതല്ല, അത് കൊണ്ടുപോയി വെച്ചതാണ് എന്നുള്ളത് ആദ്യം നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് വിരൽ ചൂണ്ടാം. आज तक जो पूरे हिंदुस्तान के अंदर में इस तरह से दंगे फैलाए गए, ये मात्र एक सांप्रदायिकता का दंगा कुर्सी और पैसे के लिए फैलाए गए, न कि ये राम जन्मभूमि के। मैं तो ये कहना चाहता हूँ, मैं राम जन्मभूमि मंदिर का पुजारी हूँ। मैं
बिल्कुल सत्य कह रहा हूँ आपसे कि आज तक विश्व हिंदू परिषद के लोगों ने वहाँ पर एक माला भी नहीं चढ़ाया, भगवान की पूजा अर्चना तक उन लोगों ने नहीं करवाया वहाँ पर। और कब बल्कि उन्होंने व्यवधान डाला। हमने हाई कोर्ट में रिट दायर किया और रिट दायर करके तब वहाँ की भोग व्यवस्था चालू करवाया। तो यहाँ की जनमानस ने कभी इसको स्वीकार नहीं किया, लेकिन इसमें कुछ किराए के साधु जिनको पैसा चाहिए, पैसे पर खरीदे गए रामशिलाएँ घुमाई गईं। उसके उन रामशिलाओं को उन लोगों ने अपना कमरा, अपना मकान बनाना शुरू किया और काफ़ी जनभावनाओं को उन्होंने दोहन करके और बड़ी बड़ी बिल्डिंगें तैयार कर ली। करोड़ों अरबों रुपए इन लोगों ने इकट्ठा किया, विभिन्न बैंकों में इन्होंने डाला और लाखों रुपया उन्होंने व्यक्तिगत अपने खाते में इन लोगों ने डाला। तो लोगों की हत्याएं हो जाएं, लोग नष्ट हो जाएं, इससे इनको कोई मतलब नहीं। इनको मतलब पैसा मिले, कुर्सी मिले। തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കിയവരാണ് VHP എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഈ പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹത്തിന് ജീവൻ പോലും ബലിയാടാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ ഡോക്യുമെന്ററി വന്നതിന് ശേഷവും ആയിരക്കണക്കിന് ആളുകൾ തല്ലി മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം മനസ്സിലാക്കിയ ആളുകൾ VHP നേതാക്കന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ പലയിടങ്ങളിലും പല ആളുകളും മരണപ്പെട്ടു. ഈ ഡോക്യുമെന്ററി എടുത്തതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആള്. ഈ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ക്ഷേത്രം ഉണ്ടാക്കുന്നതിന്റെ പേരും പറഞ്ഞുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് പോലും കോടിക്കണക്കിന് രൂപയാണ് ഒഴുകിയെത്തിയത്. പല സ്ഥലങ്ങളിലും വലിയ വലിയ ബിൽഡിങ്ങുകളും ഇതിനോടകം അവരുണ്ടാക്കി എന്നുള്ളതാണ്. ഇന്നും എന്താണ് അവസ്ഥ? ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ കുടില് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാം ഇടിച്ച് നിരത്തി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു. 92 ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ സത്യസന്ധമായി എന്ന് പറയേണ്ടി വരും, അത് നടന്നു എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് വലിയ കെട്ടിടങ്ങളാണ്. വലിയ കെട്ടിടങ്ങൾ അന്നേ ഇവർ സ്ഥാനം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ കർസേവകരാണ്, നിങ്ങളാണിത് ചെയ്യേണ്ടത് എന്ന് നുണകൾ പറഞ്ഞുകൊണ്ട് പിരികേറ്റിക്കൊണ്ട് അവർ ചെയ്ത കാപാലിത്തരങ്ങൾ എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞ് ഒരുപാട് കലാപങ്ങൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം, ഗോത്ര തീവെപ്പ്, ഇതൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. കുറച്ച് സത്യങ്ങൾ കൂടി വിളിച്ചു പറയാനുണ്ട്. അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായതിൽ ഒരു പങ്ക് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കുമുണ്ട് എന്നുള്ളതാണ്. 91 ആരാധനാലയ നിയമം വന്നത്, അതായത് പ്ലേസ് ഓഫ് വർഷിപ്പ്. ഈ ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1947 ഓഗസ്റ്റ് 15 നിലവിലുണ്ടായിരുന്ന ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം അതേപടി നിലനിർത്തുന്നതിനും ഒരു ആരാധനാലയത്തെ മറ്റൊരു ആരാധനാലയമായി മാറ്റുന്നത് നിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം പാസ്സാക്കിയത്. എന്നാൽ 1991 ഈ ആക്ടില് ബാബരി മസ്ജിദ് ഇല്ല. ഈ ബാബരി മസ്ജിദിനെ ഇതിൽ നിന്ന് മാറ്റിയത് അത് കോൺഗ്രസ് ആയിരുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയേക്കാം. ഒരു പ്രശ്നവും എനിക്കില്ല. ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫ് എത്രത്തോളം ഭീതിയിലാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ബാബരി മസ്ജിദ് 91 ആക്ടിൽ പെട്ടില്ല? സെക്ഷൻ 5 എന്നുള്ള ഒരു ലൂപ്പ് പോയിന്റ്, സെക്ഷൻ 5 അതെന്താണ്, അതാരാണ് പാസ്സാക്കിയതെന്ന് ഞാൻ വായിച്ചു തരാം. ആരാധനാലയ നിയമം കൊണ്ടുവന്നത് PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. 91 ആക്ട്. അതിനപ്പുറം ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന SB ചവാനാണ്. ഏതാണെന്നറിയോ? സെക്ഷൻ 5 ആണേ. PV നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാർ ബിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന SP ചഹാൻ, അതായത് കോൺഗ്രസ്. എന്താണ് സെക്ഷൻ 5 എന്ന് വായിച്ചുതരാം. സെക്ഷൻ 5 പ്രത്യേകമായി എഴുതി ചേർക്കപ്പെട്ടതാണ് അയോധ്യയിലെ തർക്കമന്ദിര വിഷയത്തിൽ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികളെ ഈ പുതിയ നിയമം ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് രാജ്യത്തെ മറ്റു ആരാധനാലയങ്ങൾക്ക് 947 ഓഗസ്റ്റ് 15 തൽസ്ഥിതി ബാധകമാക്കിയപ്പോൾ അയോധ്യ വിഷയത്തിൽ ഒരു ഒഴിവ് നൽകാൻ വേണ്ടിയാണ് ഈ വകുപ്പ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ബാബരി മസ്ജിദ് തകർക്കുന്ന കാര്യത്തിൽ BJP മുൻകൈയെടുത്തു. പക്ഷെ അതിനൊരു ലൂപ്പ് പോയിന്റ് ഇട്ടുകൊടുത്തത് കോൺഗ്രസ് ആണ്. ഈ സത്യം വിളിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല.
കോൺഗ്രസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തെന്നറിയില്ല, എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. അന്നത്തെ ആദ്യ പൂജാരി ഉണ്ടല്ലോ, അതായത് ബാബ ലാൽദാസ് എന്ന് പറയുന്ന വ്യക്തി 1981 മുതൽ 92 മാർച്ച് വരെ ബാബറി മസ്ജിദ് കോമ്പൗണ്ടിലെ താൽക്കാലിക രാംലല്ല വിഗ്രഹങ്ങളുടെ മുഖ്യ പൂജാരിയായിട്ട് കോടതി നിയമിച്ച വ്യക്തിയായിരുന്നു ബാബ ലാൽദാസ്. വിമർശനം: രാമക്ഷേത്ര പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന വിശ്വ ഹിന്ദു പരിഷത്ത്, BJP, RSS എന്നീ സംഘടനകളുടെ നിലപാടുകളെയും പ്രക്ഷോഭങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്നു അദ്ദേഹം. രാമക്ഷേത്ര പ്രസ്ഥാനം രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തന്ത്രമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ ഒരു കാര്യത്തിനാണ് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടായത് എന്നുള്ളതാണ്. പിന്നെ രാം കെ നാം 1992 ഡോക്യുമെന്ററിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാം നാരായൺ ദാസ് എന്ന് പറയുന്ന വ്യക്തി അയോധ്യ പ്രസ്ഥാനത്തിന്റെ കർസേവകൻ ആയിരുന്ന ഇദ്ദേഹം ബാബറി മസ്ജിദ് തകർത്തത് മുതിർന്ന BJP നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പോലീസിന് മൊഴി നൽകി. തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് ഇദ്ദേഹം ഭയപ്പെട്ടിരുന്നു. 2006 ഇദ്ദേഹം ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതക കാരണം ഭൂമി തർക്കമാണെന്നാണ് കണ്ടെത്തിയത്. എങ്കിലും രാഷ്ട്രീയപരമായ പ്രതികാര സാധ്യതകളും അന്ന് ചർച്ചയായിരുന്നു. പിന്നെ പൂജാരിമാരുടെ കൊലപാതകങ്ങൾ. മരണപ്പെട്ട ബാബ ലാൽദാസ് 92 മധു കിഷോറിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഇടയിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന്. അയോധ്യയിൽ ഏകദേശം 50ഓളം പൂജാരിമാര് മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ കൊല ചെയ്തിട്ടും കൂടിയുണ്ട്. സത്യം വിളിച്ചു പറയുന്ന മനുഷ്യന്മാരെയൊക്കെ അങ്ങ് വെടിവെച്ചോ ഇടിച്ചോ തല്ലിയോ കൊല്ലുക എന്നുള്ളതാണ്. ആ രാം കാ നാം എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആകെ തരിച്ചു പോകും എന്നുള്ളതാണ്. വടിവാളേന്തിയ കുറുവടിയേന്തിയ ഒരു കൂട്ടം ആളുകൾ, വിദ്യാഭ്യാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ലോ കോളേജ് പഠിക്കുന്ന പിള്ളേര്, എന്താണ് പഠിക്കുന്നത് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന പിള്ളേര്, ഗാന്ധിജിയെ കൊന്നിനെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഗോഡ്സേവാദികളാണെന്ന് പറഞ്ഞ ആളുകൾ, ഗാന്ധിജിയെ കൊന്നത് നല്ലതിനാണ് എന്ന് പറഞ്ഞ ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമോ സമാധാനമോ അല്ല, ഞങ്ങൾക്ക് വേണ്ടത് ബാബരിയാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വാജ്പേയി എന്ന് പറയുന്ന ഒരിക്കലും ഒരാൾക്കും വെറുപ്പ് തോന്നാത്ത ഒരേ ഒരു BJP നേതാവ് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളാണ്. What happened in Ayodhya on 6th was very unfortunate. It should not have happened. We tried to prevent it, but we did not succeed. We are sorry for that. Why did you not succeed? What happened? Because a section of car sevaks, they went out of control and they did something which was not to be done. A clear assurance was given that no damage will be allowed to be caused to the disputed structure, and that assurance was not kept up. That's why we are sorry. ഒരു BJP നേതാവും പറയാൻ ആഗ്രഹിക്കില്ല. അവർക്ക് ഭയമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ തുറന്നു പറയുക എന്നുള്ളത്. ഒരു നട്ടലുള്ള BJP പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു നട്ടലുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ള BJP പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ്. സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും ഇന്ന് കേൾക്കുന്നു പോലുമില്ല എന്നുള്ളതാണ്. ഗോത്ര തീവപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളുണ്ട്, നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ പല സത്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ന്യായീകരണം ഒന്ന് മാത്രമാണ്. ബാബരി മസ്ജിദ് തകർത്തു, ഇപ്പൊ ക്ഷേത്രമായില്ലേ, ഇനി എന്തിനത് സംസാരിക്കുന്നു എന്നുള്ളത്, അത് വിട്ടുകളായെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ ആരോ പടച്ചു വിട്ട കഥയും കേട്ടുകൊണ്ട് രാമൻ ജനിച്ച ഭൂമിയാണ് ഇത് എന്നുള്ള നുണയും പിടിച്ചുകൊണ്ട് ആ പള്ളി തകർത്തു? അന്ന് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളതാണ്. ഈ രാമൻ എന്ന് പറയുന്ന ദൈവം, ഇവർ ദൈവമായി കാണുന്ന ആ പച്ചയായ മനുഷ്യൻ എവിടെയാണ് ജനിച്ചത് എന്നതിന് പോലും തെളിവുകളില്ല എന്ന് പറയേണ്ടി വരും. ആനന്ദ് പത്വാദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അദ്ദേഹം ജനിച്ചത് ഇവിടെയാണ് എന്നുറപ്പിക്കാൻ ഒരു തെളിവുമില്ല എന്നുള്ളത്. ഇവർ പറയുന്ന കണക്ക് പ്രകാരം രാമൻ ജനിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഭൂമിയിൽ ഒരു കുടില് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്, ഒരു കൊട്ടാരം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ജനവാസ കേന്ദ്രമായിട്ട് 500 വർഷം പോലും ആകാത്ത ഒരു ഭൂമിയാണ് ബാബരി മസ്ജിദ് തകർത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭാഗം എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല. എന്നാൽ നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലിച്ച് കലാപമുണ്ടാക്കിയ ഒരു നാടാണ്. ഇനിയും ഈ ഒരു കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ ആരും ഉണ്ടാവില്ല ഒന്നും പറയാൻ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ്
ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ ചെറിയൊരു പാളിച്ച മാത്രമാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഏകദേശം 3000-ഓളം ആളുകളെ കൊന്നിട്ട് പോലും ഒരു മനുഷ്യനെ പോലും ശിക്ഷിച്ചില്ല എന്നുള്ളതും വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. സുപ്രീം കോടതി ഇത് രാമൻ്റെതാണ് എന്ന് വിധിക്കുന്നു. മുസ്ലിങ്ങൾ എവിടെയെങ്കിലും പള്ളി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സ്ഥലം കൊടുക്കുന്നു. ഒരു കല്ല് പോലും വെക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? അവർക്ക് ഇതുവരെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ആ ഗവൺമെന്റ് പാസ്സാക്കി കൊടുക്കുന്നില്ല. ആ ഭൂമിയിൽ അവർക്ക് ഒന്ന് നമസ്കരിക്കാൻ പോയിട്ട് ഒന്ന് കാലുകുത്താൻ പോലും കഴിയാത്ത വിധത്തിലാക്കി തീർത്തു എന്നുള്ളതാണ്. ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ക്ഷേത്രം വന്നു. പക്ഷേ കാലങ്ങളോളം സമാധാനത്തോടുകൂടി നമസ്കരിച്ചിരുന്ന ആ പള്ളിയിലുള്ള ആളുകൾ ഇന്ന് വിഭിന്ന പള്ളികളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയാണെന്നുള്ളതാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 29 ചെറിയ പള്ളികൾ അന്ന് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി പോയ സമയത്ത് കർസേവകർ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊന്നും രേഖകളിൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന പലതും കാണാൻ കഴിയുമെന്നുള്ളതാണ്. 91 ആക്ട് വന്നല്ലോ. അതിനുശേഷം നമ്മൾ വിചാരിക്കും ബാബരി മസ്ജിദ് മാത്രമാണ് തകർത്തത് എന്നുള്ളത്. ബാബരി മസ്ജിദ് പൂർണ്ണമായി തകർക്കുന്നുണ്ട്. ഗ്യാൻവാബി പള്ളിയുടെ പല ഭാഗങ്ങളും തകർത്ത് എറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള ഈ ആക്ട് അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും അവരുടെ വിളയാട്ടം തുടങ്ങുക. അവർ പല പള്ളികളും ഇന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളികളും നമ്മുടെ ക്ഷേത്രങ്ങളും അതേപോലെ നിലനിർത്താൻ നമ്മളെ പോലെയുള്ള ആളുകളില്ല എങ്കിൽ അത് നടക്കാതെ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും പല പള്ളികളും ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കുറച്ച് BJP പ്രവർത്തകരാണെങ്കിൽ പോലും രംഗത്ത് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈശ്വരൻ മണ്ണിലും തൂണിലും തുരുമ്പിലുമാണ് എന്നാണ് ഹൈന്ദവന്റെ വിശ്വാസം. ആ വിശ്വാസങ്ങളെ ഹനിക്കരുത് നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട്. രാമൻ ജനിച്ചത് അത് ബാബരി മസ്ജിദിനകത്തല്ല എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം രാമൻ ജനിച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ എവിടെയും ഇല്ല. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമാണ്. പിന്നെ ഒരു ഐതിഹ്യത്തിൻ്റെ വാലിലും പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ സത്യം പറയട്ടെ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു എന്നുള്ളതാണ്. ഒരു ഹിന്ദുവായ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ബാബരി മസ്ജിദിനകത്ത് രാമൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മുസ്ലിങ്ങളുടെ ഇടമായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി തിരികെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.